ഹലോ ഗായ്സ്, അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ട ഷോർട്ട് വീഡിയോയുടെ ഫുൾ വീഡിയോ ഇടാനുള്ള ടൈം കിട്ടിയില്ല. കാരണം തന്നെ നമ്മൾ ഡ്യൂട്ടിയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എഡിറ്റ് ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടാത്തതുകൊണ്ടാണ്. നമ്മളോട് കുറേ പേര് വന്ന് ചോദിച്ചിരുന്നു എന്താണ് വീഡിയോ ഇടാത്തതെന്ന്. പക്ഷേ ഈ ചെറിയ കാലം കൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. അപ്പോൾ ഇതാ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. നമ്മൾ രണ്ടാൾ രണ്ട് സ്ഥലത്താണുള്ളത്, അതുകൊണ്ട് തന്നെ രണ്ട് പാർട്ട് ഒരേപോലെ ഒരു വീഡിയോയിലാക്കിയാണ് ഇടുന്നത്. അപ്പോൾ അതായത് ബഹ്റിനിലെ എയർപോർട്ടാണ് കേട്ടോ. ഞാൻ മസ്കറ്റിലും ഏട്ടൻ ബഹ്റിനിലുമാണുള്ളത്. അങ്ങനെ എയർപോർട്ടിലെത്തി ചെക്കിനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ബോർഡിംഗ് പാസ് അടിച്ച് കിട്ടി. കണ്ണേട്ടൻ ഫ്ലൈറ്റിലേക്ക് പോകാനായിട്ട് സെറ്റായിട്ടിരിക്കുകയാണ്. അങ്ങനെ ഗേറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞപ്പോഴേക്കും കണ്ണേട്ടൻ നമ്മൾ പോകുന്ന ഒരു വ്യൂ ആണിതുള്ളത്. ശരിക്കും പറഞ്ഞാൽ പ്രവാസ ജീവിതത്തിൽ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും കാണാനുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഫ്ലൈറ്റ് കയറിയപ്പോഴാണ് എനിക്ക് ഇത് ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റിയത്. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കിട്ടിയ കയ്യിലുണ്ടായിരുന്നത് ഞാൻ ഇതിനകത്ത് അറ്റാച്ച് ചെയ്ത് കേട്ടോ. അങ്ങനെ ഫ്ലൈറ്റിൽ കയറി. ഇത് ശരിക്കും മസ്കറ്റിൽ നിന്ന് ഫ്ലൈറ്റ് എടുക്കുമ്പോൾ ഉള്ള ഒരു വ്യൂ ആണ്. നല്ല രസമാണ്. ലൈറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കിനും അതിനകത്തിരുന്ന് കാണാനായിട്ട്. വിൻഡോ സീറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാം നല്ലതായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ കാഴ്ചകൾ നോക്കിയിരുന്നു ഇങ്ങനെ. എന്തായാലും എനിക്കിവിടുന്ന് ഷാർജയ്ക്ക് പോയിട്ട് അവിടുന്ന് കൊച്ചിയിലോട്ടായിരുന്നു. കണക്റ്റിംഗ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ കുറേ നേരം സമയമുണ്ടല്ലോ, അപ്പോൾ പിന്നെ എല്ലാം ഒന്ന് കണ്ടിരിക്കാമെന്ന് കരുതി. കണക്റ്റിംഗ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് വ്യൂവും കാണാൻ പറ്റും. കാരണം നൈറ്റ് വ്യൂ കാണുന്നത് ലൈറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് വേറൊരു ലെവൽ. ഇത് ഡേയിലുള്ള ഒരു ടൈമാണ്. അത് നന്നായിട്ട് നമ്മുടെ ആ മേഘങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് അത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഫ്ലൈറ്റിൽ കയറണമെന്നുള്ള ഒരാഗ്രഹം കൊണ്ട് പ്രവാസിയായ ആളാണ് കേട്ടോ ഞാൻ. എനിക്ക് പണ്ട് തൊട്ടുള്ളൊരാഗ്രഹമായിരുന്നു ഫ്ലൈറ്റിൽ പോകണം. നമ്മൾ മിഡിൽ ക്ലാസ്സുകാർക്ക് എങ്ങനെയാണ് ഫ്ലൈറ്റിലൊക്കെ പോകാൻ, നമുക്കതിനൊക്കെ ഓരോ അവസരങ്ങൾ വരുമല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം വന്നപ്പോഴത്തേക്കിന് ആദ്യം ഒന്ന് മടിച്ചെങ്കിലും പിന്നെ എന്തായാലും പോയേക്കാന്ന് വെച്ച് ചാടി ഇറങ്ങിയതാണ്. അങ്ങനെ ചാടിപ്പോകുന്ന എനിക്ക് ഇവിടെ വന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി മക്കളെ, പ്രയാസം തന്നെയാണെന്ന്. നമ്മൾ ഓരോ വീഡിയോസിൽ റീൽസിലും ഒക്കെ കാണുന്ന പോലെ പ്രവാസികളെക്കുറിച്ച് ഒരുപാട് പേര് പറയുന്ന കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ അതെനിക്ക് മനസ്സിലായി. സത്യം തന്നെയാണ് കേട്ടോ അത്. പൊതുവേ ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് ഞാനൊരു പ്രവാസി ഭാര്യ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ നാട്ടിൽ നിൽക്കുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായിരുന്നു. കാരണം നമ്മളവിടെ നിൽക്കുമ്പോൾ തന്നെ 2 ടൈമാണ് വരുന്നത്. ഏട്ടൻ ബഹ്റിനിലായതുകൊണ്ട് തന്നെ 2.5 മണിക്കൂർ വ്യത്യാസം വരുമായിരുന്നു. അപ്പം നോർമലി ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വിളിക്കുമ്പോൾ തന്നെ ഒരുപാട് ലേറ്റ് ആവും. ആ ഒരു സമയം നമുക്ക് നല്ല ഇതാവും. രാത്രിയിൽ ചിലപ്പോൾ ഒരു 3 മണി സമയത്തൊക്കെ ആയിരിക്കും വിളിക്കുന്നത്. അപ്പം നമ്മൾ നല്ല ഉറക്ക സമയത്തായിരിക്കും. പൊതുവേ ഞാൻ ചിന്തിക്കാറുണ്ട്, ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് അവിടെ ഇരുന്നിട്ട് കുറേ നേരം കഴിഞ്ഞ് എന്നെ വിളിക്കുമായിരിക്കും എന്നും പറഞ്ഞ് എനിക്ക് പലപ്പോഴും ദേഷ്യം വരെ തോന്നാറുണ്ട്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഇപ്പോഴായാലും ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വിളിക്കുമ്പോൾ പൊതുവെ എല്ലാവരും ഉറങ്ങിപ്പോകാറുണ്ട്. ഇവിടുത്തെ സമയം ഇവിടെ ഞാൻ നിൽക്കുന്ന അടുത്തു നിന്ന് 1.5 മണിക്കൂർ വ്യത്യാസം തന്നെയുണ്ട് വീട്ടിലേക്ക്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു സമയത്ത് ലേറ്റായി കഴിഞ്ഞാൽ അവരും ഉറങ്ങിപ്പോവല്ലോ, അവർക്കും അത് ബുദ്ധിമുട്ടാകുമല്ലോ. പക്ഷേ ഈ ബുദ്ധിമുട്ടുകളെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നവരാണ് കേട്ടോ. പുറത്തേക്ക് പോയിട്ടുള്ള എല്ലാവരോടും ആദ്യത്തെ ഒരു മാസത്തെ ആ ഒരു കണക്ഷനൊക്കെ വിട്ട് കഴിഞ്ഞിട്ട് പിന്നീട് ആരും മിണ്ടാതാവും കേട്ടോ. പൊതുവെ അവരെല്ലാവരും പറയുമോ അവരിവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ അവർക്കാകെ ജാടയായി, അങ്ങനെയായി ഇങ്ങനെയായി എന്നൊക്കെ. പക്ഷേ നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ അവിടുത്തെ ആ ഒരു അവസ്ഥ എങ്ങനെയായിരിക്കും? അല്ലെങ്കിൽ അവർ ഡ്യൂട്ടി ചെയ്യുന്ന അല്ലെങ്കിൽ ഡ്യൂട്ടി ടൈം പൊതുവെ ഇപ്പോൾ എൻ്റെ കാര്യം വെച്ചിട്ടാണെങ്കിൽ കൂടി എൻ്റെ ഫ്രണ്ട്സ് ആയാലും ഫാമിലി മെമ്പേഴ്സ് ആയാലും പൊതുവെ എന്നോടൊരു അകൽച്ച ഞാൻ ഇവിടെ വന്നതിന് ശേഷം അതെനിക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ട്. കാരണം ഇവിടുത്തെ ഒരു ഡ്യൂട്ടി ടൈം വെച്ച് എനിക്ക് ആകെ വെള്ളിയാഴ്ച മാത്രമാണ് അവധിയുള്ളത്. ആ ഒരു സമയത്ത് എന്നെക്കൊണ്ട് പറ്റുന്ന പോലൊക്കെ ഞാൻ എല്ലാവരെയും വിളിക്കാറും മെസ്സേജ് അയക്കാറും ഒക്കെ ഉണ്ട്. പക്ഷേ അവരുടെ ഭാഗത്തുനിന്ന് എൻ്റെ അടുത്തോട്ട് അങ്ങനെ ഒരു കാര്യമില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും നമുക്ക് അവരോട് പിണക്കവും കാര്യങ്ങളും ഒന്നും തോന്നാറില്ല കേട്ടോ. നിങ്ങൾക്കാർക്കെങ്കിലും ഇങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. നമ്മളെങ്ങനെയാണോ ഇവിടെ വന്നത് നമ്മൾ തന്നെയാണ് ഇപ്പോഴും ഇവിടെ ഉള്ളത്. ഒരു പ്രവാസത്തിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കിനും ആ ഒരാൾ ഒരിക്കലും മാറിപ്പോകാറില്ല. സമൂഹം അല്ലെങ്കിൽ അവരെ അങ്ങനെ നോക്കിക്കാണുന്ന ഓരോരുത്തരുമാണ് കേട്ടോ അങ്ങനെ മാറുന്നത്. അങ്ങനെ നമ്മൾ കൊച്ചിയിലെത്തി, എയർപോർട്ടിലെത്തി. നമ്മൾ
വെളിയിലേക്ക് ഇറങ്ങുകയാണ്. എന്നെക്കാട്ടി മുമ്പേ കണ്ണേട്ടൻ വന്നതുകൊണ്ടാണ് കണ്ണേട്ടനായിരുന്നു എന്നെ കാണാൻ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട അവസ്ഥ വന്നത്. ഇതാ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നടന്നു വരുവാ കേട്ടോ. അങ്ങനെ ഇതാ നീണ്ട കാത്തിരിപ്പിന് ശേഷം 2 വർഷത്തിന് ശേഷം ഞങ്ങൾ കണ്ടുമുട്ടിയിരിക്കുകയാണ് മക്കളെ. അങ്ങനെ വന്നു, കുറച്ച് നേരം സംസാരിച്ചു. ഉടനെ ചേട്ടന്മാരുടെ വക കമൻ്റ് ഉണ്ടായിരുന്നു, വേഗം നമുക്ക് പോകാം. പാവങ്ങൾ ഞങ്ങൾ വന്നപ്പോൾ തന്നെ നല്ല ലേറ്റായി. കണ്ണേട്ടൻ രാവിലെ 6 മണിക്കും ഞാൻ 3 മണിക്കും എത്തേണ്ടതാണ്. ഓൾറെഡി ഇപ്പം ഫ്ലൈറ്റ് നല്ലോണം ലേറ്റായിട്ട് ഞാൻ രാത്രി 9:30 ആയി എത്തിയപ്പം. അതുകൊണ്ട് തന്നെ ഇതൊന്നും അറിയാതെ രാവിലെ മുതൽ ഞങ്ങൾക്ക് വേണ്ടി ചേട്ടന്മാർ അവിടെ വന്ന് വെയിറ്റിംഗ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് നമ്മളിതാ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ ചുനക്കര കേട്ടോ ഞങ്ങളുടെ വീട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആലപ്പുഴ വഴിയാണ് വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ പോണ വഴിക്ക് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം എല്ലാവരും നല്ല ടയേർഡായിരുന്നു. പോണ വഴിക്ക് നല്ല ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിയാൽ മതി എന്നായി എല്ലാവർക്കും. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തി. ഉത്സവം അടുത്തിരിക്കുന്നത് തന്നെ ചേട്ടന്മാരെല്ലാം അവിടെ ഉണ്ടായിരുന്നു കണ്ണേട്ടനെ കാണാൻ. അപ്പം തന്നെ അവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ അച്ഛനുള്ള പണിയാണ് കൊടുക്കുന്നത്. ചിലപ്പോൾ അച്ഛനായിരിക്കും വരുന്നത്, അറിയില്ല. എന്തായാലും ഞങ്ങൾ വിളിച്ച് നോക്കി. കുറേ നേരമായിട്ട് അച്ഛനെ വിളിച്ചിട്ട് കാണാത്തപ്പോൾ ഇനി അച്ഛൻ നല്ല ഉറക്കമാണോ, അച്ഛന് അവർക്ക് സർപ്രൈസ് കൊടുക്കാൻ വന്നിട്ട് നമ്മളിവിടെ കുത്തിയിരുന്ന് ഉറങ്ങേണ്ട അവസ്ഥയായി പോകുമോയെന്ന് ഓർത്തു. എന്തായാലും ദാ വരുന്നു മക്കളെ നമ്മുടെ അച്ഛൻ. ഞങ്ങൾ വന്നപ്പോൾ തന്നെ 3 മണിയായി. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് വന്ന് കണ്ടിട്ട് ഇനി അച്ഛന് സ്വപ്നമാണോ സത്യമാണോ എന്നറിയാൻ ചുറ്റിനും നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ട്, ഓഹോ സത്യമാണ് മനസ്സിലായി. അങ്ങനെ ഇതാ ചിരിയും കളിയൊക്കെ ആയിട്ട് അച്ഛൻ നമ്മളെ ഉള്ളിലേക്ക് വിളിച്ച് കയറിപ്പോയി കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത പണി അമ്മയ്ക്കുള്ളതാണ്. അതെന്താകുമെന്ന് അറിയില്ല, കാരണം അമ്മ ഞങ്ങൾ ഫ്ലൈറ്റിൽ വന്ന് ഇറങ്ങിയ സമയത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഡ്യൂട്ടി കഴിഞ്ഞു, ഇന്ന് കുറച്ച് ലേറ്റായി പോയി, ഇനിയിപ്പോൾ നാളെ വിളിക്കാം. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു, അവരും കഴിച്ചു എന്ന് പറഞ്ഞു. അതുകൊണ്ട് എല്ലാവരും കിടന്നോളാൻ പറഞ്ഞ് ഞങ്ങൾ കട്ടാക്കിയതാണ് ഫോൺ. അപ്പോൾ ഇനി പെട്ടെന്ന് അമ്മ കാണുമ്പോൾ അമ്മയുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് അറിയില്ല. എന്തായാലും വിളിച്ച് നോക്കി, അമ്മ നല്ല ഉറക്കമാണെന്ന് തോന്നുന്നു. അങ്ങനെ അവിടെ പോയി ഇരിക്കാമെന്ന് കരുതി ഞങ്ങൾ 2 ആളും അവിടെ പോയിരുന്നു. പ്ലാൻ ചീറ്റി പോവോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. അമ്മയ്ക്ക് സംശയമുണ്ടോ അതോ അമ്മ എന്താകും അമ്മയുടെ ആ അവസ്ഥയെന്ന് അറിയാനെ കൊണ്ട് ഞങ്ങൾ വെയിറ്റിംഗ് ആയിരുന്നു. ഇതാ വരുന്നു നമ്മുടെ അമ്മ. അങ്ങനെ അടുത്ത ഞെട്ടലുമായി അമ്മ രംഗത്തെത്തി മക്കളെ. ആദ്യം അമ്മ ഒന്ന് കണ്ണടച്ച് പിന്നെ ഒന്നും കൂടെ തുറന്നു നോക്കി, ഇനി സ്വപ്നം കാണുവാണോ. അപ്പം മനസ്സിലായി സ്വപ്നമല്ല സത്യമാണ്, ദേ വന്നിരിക്കുന്നു 2 എണ്ണം കൂടെ എന്ന്. കുറേ നേരം വണ്ടടിച്ച് കിളി പോയ ആ ഒരു അവസ്ഥയിൽ നിന്നെങ്കിലും കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അമ്മ വന്ന് കണ്ട സന്തോഷത്തിൽ കരഞ്ഞ് ആകെപ്പാടെ സീനായി. അങ്ങനെ അമ്മയോട് സംസാരിച്ച് നമ്മൾ വന്ന കാര്യവും നേരത്തെ വരേണ്ടതായിരുന്നു, ഫ്ലൈറ്റ് ലേറ്റായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു പോയി. പിന്നെ ഇത് പിറ്റേ ദിവസം രാവിലെ ആട്ടോ. അങ്ങനെ നമ്മൾ ഇനിയിപ്പോൾ പോകുന്നത് ചെറിയനാട്ടോട്ടാണ്. അവിടെയാണ് എൻ്റെ വീട്. അതുകൊണ്ട് നമ്മൾ ഇനി അവർക്കുള്ള പണിയായിട്ട് പോവുക. ഞങ്ങൾ വരുന്നത് ആകെ അറിയാവുന്നത് എൻ്റെ അനിയത്തിക്കും അനിയനും മാത്രമാണ്. അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം അച്ഛനും അമ്മയും അറിയാതെ നോക്കാൻ അവരെ കൊണ്ടേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ആരും അറിയാണ്ട് നോക്കാനെ കൊണ്ട് അവരെ മാത്രം അറിയിച്ചിട്ടായിരുന്നു ഞങ്ങളുടെ വരവ്. അങ്ങനെ നമ്മൾ ചെറിയനാട് എത്തി. ഇതാണ് കേട്ടോ ചെറിയനാട്. ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് സൈഡ് പോകുന്നതാണ് ചെറിയനാട്ട് അമ്പലത്തിലോട്ട്. അവിടെയാണ് എൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. ഇപ്പം നമ്മൾ അവിടേക്കല്ല, ഇപ്പം നമ്മൾ നേരെയുള്ള വഴിയാണ്, പാറയപ്പടിയിലോട്ടാണ് പോകുന്നത്. അച്ഛൻ അവിടെയാണ് പണി. അപ്പോൾ അവിടെ പോയി അച്ഛനെ നേരിട്ട് കണ്ടിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വെച്ചു. അച്ഛൻ എവിടെയായിരിക്കുമെന്ന് അറിയാത്തതുകൊണ്ട് ഞങ്ങൾ പതിയെ കാറൊന്ന് സ്ലോ ചെയ്തപ്പോൾ ഉണ്ടടാ അതേ നിൽക്കുന്നു. വന്ന കാർ ആരാന്നറിയാനെ കൊണ്ട് നോക്കിയപ്പോഴത്തേക്കിന് ഞാനത് നിൽക്കുന്നു. കണ്ടവാതി ദാ ചാടി വരുന്നു. കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയിലൊരു കമൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അച്ഛനെ കണ്ടിട്ട് അങ്ങോട്ട് ഇറങ്ങി പോകാതെ അച്ഛനെ ഇങ്ങോട്ട് വിളിച്ചത് മോശമായിപ്പോയി. പക്ഷേ അങ്ങനല്ല കേട്ടോ, അവിടെ എന്തോ പണിയുടെ പൊടിയുള്ളത് കൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങി വരണ്ടെന്ന് അച്ഛൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അങ്ങോട്ട് പോകാൻ. അങ്ങനെ അച്ഛനെ കാണാൻ ഞങ്ങൾ പിന്നെ വെളിയിലേക്ക് ഇറങ്ങി ഫോട്ടോയൊക്കെ എടുത്ത് ഇനി നമ്മൾ നേരെ വീട്ടിലേക്കാട്ടോ. ഇത് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. ഇത് ചെറിയനാട്ട് അമ്പലത്തിൻ്റെ പുറകെ കൂടെ നമ്മൾ ഇതുവഴി മാവേലിക്കരയ്ക്ക് പോകുന്ന റൂട്ടാണ്. അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. ശരിക്കും ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പം എനിക്കിത് കാണുമ്പോൾ ശരിക്കും വിഷമമുണ്ട്. കാരണം വീട്ടിൽ നിന്ന് ഇപ്പോൾ പോരുന്നിട്ട് ശരിക്കും 4 മാസമായി. അതുകൊണ്ട് തന്നെ വീട് വല്ലാണ്ട് മിസ് ചെയ്യുന്നു.
അമ്പലത്തിൻ്റെ പുറകിൽ നിന്ന് വരുമ്പോൾ മൂലികോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടുന്ന് ലെഫ്റ്റ് സൈഡ് ഉള്ളിലേക്ക് കിടക്കുന്ന വഴി വരുമ്പോൾ കരിപ്പുറം പാടം എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ എൻ്റെ വീട്. അങ്ങനെ നമ്മളിവിടെ കാറ് പാർക്ക് ചെയ്തു. ഇതാ നമ്മൾ വീട്ടിലേക്ക് പോവാം. ഇതെൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. ഇവിടെ ശരിക്കും ഞങ്ങളെ കാണാനായിട്ട് ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു. മക്കളെ ഇതാ നിൽക്കുന്നു നമ്മുടെ കുഞ്ഞിച്ചക്കൻ. ഇതാണ് ഞങ്ങളുടെ ആദിക്കുട്ടൻ. ഞങ്ങളുടെ വീട്ടിലെ ആദ്യത്തെ കൺമണിയാട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ചെല്ലക്കുട്ടിയാണ് ഇവൻ. കണ്ണേട്ടനെ ആദ്യമായിട്ടാണ് ഇവനെ കാണുന്നത്. ഞാൻ ഇവനൊരു 6 മാസം പ്രായമായപ്പോഴത്തേക്കിന് പോയതാണ്. ആകെപ്പാടെ ഫോണിൽ മാത്രമേ നമ്മളെ കാണുന്നുള്ളത് കൊണ്ട് തന്നെ കണ്ടപ്പോഴത്തേക്കിന് ആകെ കരഞ്ഞു. എന്നാലും കണ്ണേട്ടനൊന്ന് എടുത്തു. അയ്യോ, എടുത്ത പാതി ദാ കരച്ചു തുടങ്ങി ആശാൻ. ആകെപ്പാടെ പേടിച്ചു പോയി. 2 പേരുടെ അടുത്ത് അടുക്കുന്നേ ഇല്ല. കുറേ നേരം കരഞ്ഞു. അവസാനം പിന്നെ അനിയത്തിയുടെ കയ്യിൽ കൊടുത്തു. ഇതാ കേട്ടോ എൻ്റെ അനിയത്തി. അങ്ങനെ ഇനി അടുത്ത പണി അമ്മയ്ക്കുള്ളതാണ്. അമ്മയെ തിരക്കി നമ്മൾ വന്നപ്പോൾ അമ്മ മുകളിൽ എന്തോ ചെടിയൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പരിപാലനത്തിലായിരുന്നു. അമ്മയെ തിരക്കി അവിടെ ചെന്നു. അമ്മ എവിടെയാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ നോക്കുക കേട്ടോ. അങ്ങനെ അമ്മ അവിടെ ഉണ്ടെന്ന് മനസ്സിലായി. നമ്മൾ പതിയെ മിണ്ടാതെ പുറകിൽ കൂടെ ചെന്ന് അമ്മേനെ അങ്ങ് കെട്ടിപ്പിടിച്ചു. തിരിഞ്ഞു നോക്കിയപ്പോൾ ദേ നിൽക്കുന്നു ഞാൻ. അങ്ങനെ അമ്മ എന്നെ കണ്ടു. ഇതെപ്പോൾ നോക്കിയപ്പോൾ ദാ കണ്ണേട്ടൻ നിൽക്കുന്നു. ആകെപ്പാടെ എന്ത് പറയണമെന്നറിയാതെ അമ്മ നിൽക്കുക കേട്ടോ. അമ്മ എന്നെ രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഫോണും എടുത്തിട്ടില്ല. അപ്പോൾ അമ്മ പറയുകയുണ്ടായി, ചുമ്മാതല്ല ഞാൻ രാവിലെ വിളിച്ചിട്ട് ഫോൺ എടുക്കാഞ്ഞ്. അപ്പോൾ കണ്ണേട്ടൻ മറുപടി പറഞ്ഞു, സർപ്രൈസ് തരുമ്പോൾ അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ അമ്മയെന്നൊക്കെ പറഞ്ഞ് 2 ആളും കൂടെ വർത്താനമൊക്കെ പറഞ്ഞ് അവിടെ നിൽക്കുകയായിരുന്നു. അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം ആദിക്കുട്ടൻ ചാച്ചിയുടെ കയ്യിലെത്തി കേട്ടോ. കുറച്ച് നേരമൊക്കെ മിണ്ടാതിരുന്നെങ്കിലും പിന്നെ എന്തൊക്കെയോ പറയുന്നുണ്ട്. കണ്ണുകൊണ്ട് ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട്. എന്താണോ എന്തോ. ഞാൻ അവനെ ചിരിപ്പിക്കാനായിട്ട് ഓരോന്ന് പറയുന്നുണ്ട്. എന്നാലും കവിള് വീർപ്പിച്ചിരിക്കുക കേട്ടോ. പൊതുവേ ആദിക്കുട്ടൻ അങ്ങനെ ആരുടെ അടുത്തും അങ്ങനെ ചെല്ലാറില്ല. കുറച്ച് അറ്റാച്ച്ഡ് ആയിട്ടുള്ളവരുടെ അടുത്ത് മാത്രമേ ചെല്ലത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എന്തായാലും വന്ന് ഞങ്ങളെ ഫോണിൽ കണ്ടിട്ടുള്ള ഇത് വെച്ചിട്ടാണേലും ആശാൻ എല്ലാവരോടും അടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഈ വീഡിയോയിൽ ഒരാൾ മിസ്സിങ് ആട്ടോ. അത് ഞങ്ങളുടെ അനിയനാണ്. ഇവിടെ വന്നപ്പോൾ അവനില്ലായിരുന്നു. അവൻ ജോലിക്ക് പോയേക്കാണ്. പിന്നീട് വീട്ടിൽ ചെന്ന സമയത്താണ് അവനെ കണ്ടത്. അങ്ങനെ നമ്മൾ കുറേ ഫോട്ടോയും ഒക്കെ എടുത്തു. ആദിക്കുട്ടൻ ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. ശരിക്കും എല്ലാവരും പറയും കേട്ടോ അവൻ എൻ്റെ കളർ കോപ്പിയാണെന്ന്. കാരണം എൻ്റെ സ്വഭാവം അതേപടിക്ക് അവന് കിട്ടിയിട്ടുണ്ട്. ചെറുപ്പം മുതലുള്ള എൻ്റെ അതേ സ്വഭാവങ്ങൾ അവനിപ്പോൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും പറയും അവൻ എൻ്റെ കളർ കോപ്പിയാണെന്ന്. അങ്ങനെ എല്ലാവരുടെയും കൂടെ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു. നമ്മളതേ അവിടുന്ന് വീട്ടിൽ നിന്ന് പോരുന്നു കേട്ടോ. ഈ വീഡിയോയിലൂടെ പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആകെപ്പാടെ അനിയത്തിക്കും അനിയനും മാത്രമേ അറിയത്തുള്ളായിരുന്നു ഞങ്ങൾ വരുന്നത്. ആരോടും പറയാതെ ഒരു സർപ്രൈസ് എന്ന രീതിയിലാണ് വന്നത്. നമ്മൾ നാട്ടിലെത്തിയപ്പോൾ തന്നെ നമ്മൾ പറയാതെ വന്നു എന്നും പറഞ്ഞ് നമ്മളോട് കുറേ പേർക്ക് പിണക്കവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി. ശരിക്കും ഈ ഒരു സമയത്തും 4 മാസം കഴിഞ്ഞ് ഇപ്പോഴും നമ്മളോട് മിണ്ടാതിരിക്കുന്ന കുറേ പേരുണ്ട്. അവരോടായിട്ട് പ്രത്യേകിച്ച് എന്താ പറയേണ്ടത്? കാരണം നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ല. വീട്ടിൽ പോലും അറിയാതാണ് വന്നേക്കുന്നത്. പിന്നെ ചില പിണക്കങ്ങളൊക്കെ നല്ലതാണല്ലോ. ചില മനുഷ്യന്മാരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ കിട്ടിയ ഓർമ്മകളും നല്ല ഫാമിലി ആയിട്ടുള്ള ഉണ്ടായ കുറേ നല്ല നിമിഷങ്ങളുമായിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും പ്രവാസ ജീവിതത്തിലേക്ക് പോവുക കേട്ടോ. അങ്ങനെ എനിക്ക് ഫ്ലൈറ്റ് രാവിലെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് പോകാനായിട്ട് നിന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഫോട്ടോയൊക്കെ എടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.